ചിരിച്ചു തൊലിക്കാൻ സിനിമ എടുത്തല്ല കേസായതാണ്. ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റില് ഇടി കിട്ടുമ്പോൾ മാറും. പക്ഷെ എന്നാലും നമുക്കിത് എവിടെ പിഴച്ചത്? നിന്നെ പോലത്തെ പിഴച്ച കൂട്ടുകാരുണ്ടായ കുടുംബം വരെ പിഴയ്ക്കും. അതിൻ്റെ ഒരു തൊലിഞ്ഞ പ്ലാനിങ്. ഇതൊക്കെ പ്ലാൻ എന്താ കുഴപ്പം? നീ എന്താ പറഞ്ഞത്? നിന്റെ കാമുകി നീയായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. നിനക്ക് അവളെ ഇമ്പ്രസ് ചെയ്യണം, അവളെ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യണം, ഒരാഴ്ചയിൽ കല്യാണം നടക്കണം. അങ്ങനെയൊക്കെ നോക്കിയപ്പം എൻ്റെ ഈ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? അവൾ നടന്നു മുമ്പ് ചെറുതായിട്ടൊന്ന് തട്ടുന്നു, അവൾ വീഴുന്നു, ഞാൻ പോയി രക്ഷിക്കുന്നു. ഇതും അവളെ ഇടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ മതിൽ ഇടിച്ചിട്ട് അവൾ 2 പല്ലാണ് പോയത്. മൂക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന്. വെറുതെ ചെന്ന് തട്ടിക്കഴിഞ്ഞ് അവളവിടെ വീഴും, പൊടിയും തെറ്റി കേട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകും. നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാലേ വീട്ടുകാരായിട്ട് മിങ്കിൾ കിട്ടുള്ളൂ. എന്നല്ലേ നിനക്ക് അവർ ഇമ്പ്രസ് ആക്കുള്ളൂ. എടാ എൻ്റെ പ്ലാൻ ഒന്നും പാളിയതല്ല, നിന്റെ ആക്ടിങ് ആണ് പാളിയത്. എടാ അവൾ വീഴുന്നതിന് മുന്നേ അയ്യോ എന്ന് പറഞ്ഞു നീ എതിരാണ് ഓടിച്ചത്. പിന്നെ ആര് ചോദിച്ചാലും ഭർത്താവാന്ന് ഒരാളെ പറഞ്ഞു. ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല റിയലിസ്റ്റിക് ആയല്ലോ ഇപ്പം. എന്തൊക്കെ പറഞ്ഞു എൻ്റെ പ്ലാൻ്റെ പ്രശ്നമായിരുന്നു. എൻ്റെ പ്ലാനിൽ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ 3 തവണ ഈ പ്ലാനിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. തീരുവാണല്ലേ? പിന്നെ എൻ്റെ കൊച്ചനൊക്കെ ഇങ്ങനെയല്ലേ. പക്ഷേ ഈ വട്ടം ഈ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു. അവളോട്ട് പിണങ്ങി ഇരുന്നാൽ മതിയായിരുന്നു. ഈ റാന്നി സുരേന്ദ്രന് കിട്ടുന്നു. ഏതാ വെട്ടുകേസിലെ പ്രതിയോ? മാമനെ വിളിച്ചാൽ മതിയായിരുന്നു. മാമന്? എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാ. പുള്ളിയെ വിളിച്ചിരുന്നെങ്കിൽ പുള്ളി അവളെ അവളുടെ കുടുംബത്തെ ഒന്നായിട്ട് കിഡ്നാപ്പ് ചെയ്ത് നീ ചെല്ലുന്നു, ഒരു ചേസ് ഫൈറ്റ്, ഒരു മാസമായിരുന്നു. ദൈവമേ, വീരൻ സിനിമയൊക്കെ പറയുന്നു. അത് സിനിമയായിരുന്നു. ഇതാണ് ഈ ഐഡിയ കൂടിയുള്ളൊരു 260 ഞാൻ റിമാൻഡിൽ വിട്ടിട്ടുണ്ട്. ഞാൻ പോയി ഓർഡർ മേടിച്ചോണ്ട് വരാം. കണ്ടെത്തപ്പെടുന്നല്ല. ഈ 60 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെ മറ്റേ പൂക്കാസും ഒക്കെ. ഏത് പൂക്കാസു? ഈ പുരുഷ കമ്മീഷൻ അതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ദ്രാവിഡീശ്വരം ഉണ്ടാവും. അവൻ തന്നെ ഇപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങി. പിന്നെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്ത് ബിഗ് ബോസിലൊക്കെ കയറാം. വലിയ ആളാകുമ്പോൾ നമ്മൾ മറക്കല്ലേ. വഴിവെട്ടി തന്ന ഞാനാണ്. വഴിയിലൂടെ മുഴിവെട്ടിനൊക്കെ എടുത്തത്. അല്ല, ഇനിയിപ്പം നിനക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ വേറെ പ്ലാനുണ്ട്. ഈ വാട്ടർ ടാങ്ക് വരുമോ അവിടെ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ബാക്കിൽ അള്ളിപ്പിടിച്ചിരുന്ന് ഗേറ്റിൻ്റെ പുറത്ത് കടന്ന് എൻ്റെ കൂടെ ബുദ്ധി വെച്ചല്ലേ. മോഹൻലാലിൻ്റെ സീസൺ സിനിമ. ഇനി അതും അല്ലെങ്കിൽ വേറെ ഐറ്റുണ്ട്. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. അയ്യേ, എന്താ ഇതെന്ത് സ്പൂണൊക്കെ ആയിട്ട് ആഞ്ഞ് തുറന്ന പെട്ടെന്ന് കുറച്ചാണ്. കൂടെ മണ്ടോ? 60 ദിവസം ജാമ്യം കിട്ടി. ഇതൊക്കെ എന്ന് നടക്കാനാണ്? എടാ, അത് 1 സ്പൂൺ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഇത് 2 സ്പൂണുണ്ട്. ഒരാൾ അകത്തുനിന്നും ഒരാൾ പുറത്തുനിന്നും ഒരേപോലെ തോന്നി കഴിഞ്ഞാൽ 58 ദിവസത്തിന് പുറത്തുനിന്ന് എൻ്റെ അച്ഛൻ വന്ന് തുറക്കും. അതിന് മനസ്സിലായി. അയാൾ തവിയായിട്ട് പുറത്തേക്കുണ്ട് നമുക്കുള്ളത്. ദൈവമേ, ഒരു ഫാമിലി മൊത്തം മണ്ടന്മാർ. സാറേ, എന്നെ വേറെ സൈഡിൽ കിടത്തണേ. സ്പൂൺ ഐഡിയ ഉള്ളതെന്ന്